ഈ നസീറും ചേട്ടനുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തെ പറ്റി പറഞ്ഞല്ലോ. ഏതോ ഒരു ഷൂട്ടിങ്ങിന് പോയപ്പോൾ ഒരു മുറിയാണ് ഇവർക്ക് കൊടുത്തത്, ഒരു കട്ടിലേ ഉള്ളൂ. അപ്പം ഷൂട്ടിങ് കഴിഞ്ഞ് വന്നപ്പം എവിടെ കിടക്കുമെന്നുള്ളതായിപ്പോയി. അപ്പം ബേച്ചാൻ പറഞ്ഞു, അളിയൻ കട്ടിലേക്ക് കിടന്നു, ഞാൻ താഴെ ഇല്ലില്ല, അളിയൻ തന്നെ കട്ടിലേക്ക്. അങ്ങനെ ജ്യേഷ്ഠനെ കട്ടിലേക്ക് കിടത്തിയിട്ട് ഇല്ല, അവസാനം അവർ തീരുമാനത്തിൽ കട്ടിൽ മടക്കി വെച്ചു. ഇത് ഭയങ്കര ഇതൊക്കെ പറഞ്ഞു മടക്കി വെച്ചിട്ട് അതുപോലെ ഒരു അടുപ്പം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കും, ഇവരുടെ കല്യാണത്തിന് നസീർ വീട്ടിൽ വന്നതും എന്റെ പെങ്ങന്മാരുടെ കല്യാണം, ഞങ്ങളുടെ വീട്ടിലെ തറവാട്ടിലെ പെങ്ങന്മാരുടെ ഒക്കെ കല്യാണത്തിന് SP പിള്ള, അന്നത്തെ മിസ് കുമാരി, മുത്തയ്യ, അന്നത്തെ സിനിമ ഇൻഡസ്ട്രി ഫാമിലി മാറിയായിരുന്നു. അവരൊക്കെ വരുമായിരുന്നു കേട്ടോ. എന്റെ വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ എല്ലാവരും വരും, നല്ലതിനും ചീത്തയും എന്ത് നടന്നാലും. ഇത്രയൊക്കെ പറയുമ്പോഴും ടെലിവിഷന്റെ ഒരു ഏരിയയിലേക്ക് വന്നാൽ, നമ്മൾ സിനിമ പറഞ്ഞു, പാട്ട് പറഞ്ഞു, ടെലിവിഷനിലെ മികായലിന്റെ സന്തതികൾ എന്ന് പറയുന്ന പരമ്പരയിൽ അഭിനയിക്കുകയും അതിന് അവാർഡ് വാങ്ങുകയും സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് കിട്ടിയ അഭിനയത്തിനുള്ള അവാർഡും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു ജോസ് പ്രകാശ് സാർ എന്ന് പറയുന്ന ആള്. ജോസ് പ്രകാശ് എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മകളുമായി നമ്മളുടെ മുന്നിലേക്ക് മറ്റൊരാൾ കൂടി എത്തുകയാണ്. പ്രകാശ് സാറിൻ്റെ കൂടെ ഒരു സിനിമയിലും ഒരു സീരിയലിലും അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. സിനിമ, പത്രം, അതിലാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ സിനിമയിലുള്ള പ്രസൻസ് എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സീരിയൽ അഭിനയിച്ചപ്പോഴാണ് കുറച്ചും കൂടി അടുത്ത് സംസാരിക്കാനും ഇതിനൊക്കെയുള്ളൊരു അവസരം കിട്ടിയത്. വാവ എന്നുള്ള സീരിയലാണ്, അത് സൂര്യ TV-യിലായിരുന്നു ടെലികാസ്റ്റിംഗ്. അപ്പോൾ ഈ വാവ എന്ന് പറഞ്ഞാൽ അതിലെ നായികയുടെ മുത്തശ്ശനാണ് ജോസ് പ്രകാശ് സാർ. അപ്പോൾ അന്നാണ് കുറച്ചും കൂടി എനിക്ക് അദ്ദേഹമായിട്ട് കൂടുതൽ സംസാരിക്കാനും, അന്നാണ് ഞാൻ അറിയുന്നത് തന്നെ അദ്ദേഹം ഒരു ഗായകനായിട്ടായിരുന്നു ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് എന്നുള്ള കാര്യമൊക്കെ അപ്പോഴറിയണം. വളരെ അത്ഭുതത്തോടു കൂടിയായിരുന്നു ആ കഥകളൊക്കെ ഞാൻ കേട്ടിരുന്നത്. പിന്നെ അദ്ദേഹം എന്താ പറയുക, ഒരു എലിഗൻറ്റ് പേഴ്സണാലിറ്റി. നമുക്ക് എന്താ പറയുക, അത്രയും ദൂരെ നിന്ന് ബഹുമാനിച്ച് അടുത്തേക്ക് വരാൻ തന്നെ നമുക്കൊരു ആ ഒരു ഗാംഭീര്യം കാരണം ആദ്യമൊന്നും അധികം സംസാരിക്കാൻ പോയില്ല. പക്ഷേ അദ്ദേഹം നമ്മളൊരു തുടക്കക്കാരനാണെന്നുള്ള രീതിയിലുള്ളൊരു പെരുമാറ്റമൊന്നും ആയിരുന്നില്ല നമ്മളോട്. വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു നമ്മളോടൊക്കെ സംസാരിച്ചുകൊണ്ടും ഇരുന്നത്. അതൊരു ആ പഴയ കാലത്തെ ആർട്ടിസ്റ്റുകളുടെ ഒരു ഗുണമാണ്. ആ ഒരു സംസ്കാരം എന്ന് പറയുന്നാൽ നമ്മളിപ്പോഴത്തെ തലമുറയാണെങ്കിലും കണ്ടുപഠിക്കേണ്ടതാണ്. മറ്റ് എത്ര ജൂനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ആണെങ്കിലും എത്ര തുടക്കക്കാരാണെങ്കിലും ഒക്കെ ബഹുമാനം നൽകുന്നതാണെങ്കിലും അവരെ എന്താ പറയുക, നന്മ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതെനിക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് അദ്ദേഹമായിട്ടുള്ള ആ ഒരു അഭിനയം. ഈ എപ്പിസോഡിന്റെ ഇടയിൽ എവിടെയോ പറഞ്ഞതുപോലെ ഒരു വലിയ വിഭാഗം ആളുകൾ മുതല കുഞ്ഞുങ്ങളും പൈപ്പും ഒരു വില്ലനിസത്തിന്റെ മറുവാക്കുമായും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നടൻ ഗായകനാകാൻ എത്തുന്നു. തിരിഞ്ഞ് സിനിമയുടെ സമസ്ത മേഖലകളിലൂടെ യാത്ര ചെയ്യുന്നു. നടൻ എന്നതിലുപരി ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിലും നമുക്ക് വളരെ പ്രിയപ്പെട്ട ജോസ് പ്രകാശ് സാർ, അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് പോയത്. അദ്ദേഹത്തിന്റെ ജീവിതവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ആളുകൾ, ചലച്ചിത്ര പ്രവർത്തകരെല്ലാം അദ്ദേഹത്തെ അനുസ്മരിക്കുകയുണ്ടായി. രാജൻ ജോസഫ് സാർ, പ്രേംപ്രകാശ് സാർ, സയൻ സാർ, രവികുമാർ സാർ, നിങ്ങളെല്ലാം സാന്നിധ്യം വളരെ മൂല്യമുള്ളതായിരുന്നു. സാന്നിധ്യത്തിന് ഈ അവസരത്തിൽ ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ പേരിൽ ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഒരു കാര്യം പറയൂ. ഞാൻ അവസാനമായിട്ട് പപ്പയെ കാണുന്നത്, പപ്പ മരിക്കണ ഒരു എപ്പോഴാണ് മരിച്ചത്? 2012 മാർച്ച് 24. 12 വർഷം വന്നിരുന്നു. എവിടെ? ഊട്ടി, കൊച്ചി വന്നിരുന്നപ്പോൾ പപ്പ ഇങ്ങനെ കാല് മുറിച്ച് കിടക്കുകയാണെന്ന് കേട്ടിട്ട് ഞാൻ കുഞ്ചനെ വിളിച്ചു പറയും, കുഞ്ച എനിക്ക് പപ്പയെ കാണണം. ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കുഞ്ഞ വന്നെ ഹോട്ടലിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയി കാണുമ്പോൾ ഞാൻ കണ്ട പപ്പ വർഷങ്ങൾക്ക് മുമ്പ് പടങ്ങളിൽ കണ്ടിട്ട് പപ്പ അങ്ങനെ കിടക്കണത് കണ്ടപ്പോൾ എനിക്ക് ആകപ്പാടെ സങ്കടമായിപ്പോയി. അപ്പോൾ അടുത്തിരുന്നു പപ്പ. അപ്പോഴും അദ്ദേഹത്തിനൊന്നുമില്ലാതെ പഴയ മാറി ചിരിച്ച് കളിച്ച് സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഏത് പടം ചെയ്യണം, ഏത് സീരിയൽ ചെയ്യണം, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം. ഇടയിൽ എനിക്കൊരു സിഗരറ്റ് നടാണ്. അപ്പം എനിക്ക് ഭയങ്കര ഒരു അപ്പം അന്ന് രാജൻ്റെ അനിയൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നു. അപ്പം അനിയൻ്റെ ഭാര്യ വളരെ സ്ട്രിക്റ്റായിട്ട് അവർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ആഗ്രഹിച്ച് ചോദിക്കുകയാണ്, ഞാൻ ഒരു സിഗരറ്റ് കൊടുക്കാൻ പോകുകയെന്നു. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞു പ്ലീസ് പാവം എന്ന് പറഞ്ഞ് ഞാൻ ഒരു സിഗരറ്റ് എടുത്ത് കൊടുത്തു. ആ സിഗരറ്റ് അങ്ങ് ആശ്വസിച്ച് വിളിക്കണമെന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ പഴയ കഥകളിലൂടെ ഞങ്ങൾ എത്ര പടങ്ങളിൽ, എത്ര മദ്രാസിൽ, എത്ര സ്റ്റുഡിയോകളിൽ കിടന്ന് ഞങ്ങൾ രാത്രിയും പകലും
വലിക്കുമ്പോൾ അങ്ങേരെ ആരും ചോദിക്കും അങ്ങേരെ സിഗരറ്റ് ഇത് വലിക്കണം. ഒരു സ്റ്റൈലിലാണ് അങ്ങേരെ ഒരു സിഗരറ്റ് വലി, ഒരു സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ വലിക്കും. അതാണ് ഞാൻ അവസാനം പപ്പയെ കണ്ടത്. ഇത് പറഞ്ഞപ്പോൾ ഒന്ന് കാര്യം കൂട്ടിച്ചേർക്കാം. എൻ്റെ മകളുടെ വിവാഹ ദിവസം, കല്യാണ ദിവസം, അന്നത്തെ ഒരു പത്രത്തിലെ മെയിൻ വാർത്ത, മലയാള സിനിമയെ വിറപ്പിച്ച വില്ലൻ ജോസ് പ്രകാശിന് ഇനി ഒരു കാല് മാത്രം. സങ്കടപ്പെട്ടു പോയി. എൻ്റെ മകളുടെ കല്യാണ ദിവസമാണ് വന്നത്. ബേച്ചായൻ്റെ രൂപമല്ല, അന്ന് വളരെ ക്ഷീണിതരായിരിക്കുന്നു, ഒരു കാലില്ലാത്ത ഒരു പടം. ഇന്നും ഞാൻ പത്രം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓർമ്മകൾ എടുക്കുമ്പോൾ അത് ഞങ്ങൾക്കൊരു ദുഃഖമായിട്ട് തന്നെ കിടക്കുകയാണ്. ഞങ്ങളെ കുടുംബത്തെ ഏറ്റവും വിഷമപ്പെടുത്തിയ ഒരു കാര്യമാണ് അത്. ഒരുപക്ഷെ രമേശിനറിയായിരിക്കും, ആൺകിളിയുടെ താരാട്ടം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്ന സമയത്താണ് അപകടം ഉണ്ടാകുന്നതും. അങ്ങനെ കാലിന് മുറിവ് പറ്റി, പിന്നെ ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്. ഇതെല്ലാം കൂടെ പല രീതിയിൽ ഞങ്ങളന്ന് ഹോസ്പിറ്റലിൽ പല രീതിയിൽ ആലോചിച്ചു, കാല് മുറിക്കാതിരിക്കാൻ പറ്റുമോ. കോയമ്പത്തൂരിൽ ഇങ്ങനെ എൽസമ്മയുടെ ഹസ്ബൻഡ് ഊട്ടിയിൽ തോമസ് പലരോടും കോയമ്പത്തൂർ ചോദിച്ചു വന്നാൽ രക്ഷയുണ്ടോ. ഇല്ല, ഇത് ഗാംഗ്രീനായി പോവുകയാണ്, അപ്പം മുറിക്കാതിരിക്കാൻ പറ്റുകയില്ല. ഭയങ്കര വിഷമമായിരുന്നു. അതൊക്കെ മനസ്സിലിങ്ങനെ ഇപ്പം ജ്യേഷ്ഠനെ പറ്റിയുള്ള ഓർമ്മകളുടെ കാര്യങ്ങളായതുകൊണ്ട് തോന്നിയതാണ് കേട്ടോ. ലെജൻഡായിരുന്നു. ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന ഈ പരമ്പര ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആൽബം സൈനിങ് സെക്ഷനിലേക്ക് കിടക്കാം. ഓർമ്മയിലെന്നും ജോസ് പ്രകാശ് എന്ന ഈ ഒരു പരമ്പര ഇവിടെ അവസാനിക്കുമ്പോൾ ജോസ് പ്രകാശ് സാറിന്റെ മൂത്ത മകൻ രാജൻ ജോസഫ് സാർ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് അമൃത ടിവിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഉപഹാരം രവികുമാർ സാർ സമർപ്പിക്കുന്നു. മറ്റൊരു സ്നേഹ സമ്മാനം പ്രേംപ്രകാശ് സാർ കൊടുക്കും. ചരിത്രം എന്നത് വല്ലാത്ത കൗതുകമുള്ള ഒരു വാക്കാണ്. കാരണം ചരിത്രം എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് നമുക്കറിയില്ല. എന്നാൽ നാഴികക്കല്ലുകൾ വെച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും ചരിത്രത്തെ അളക്കാറുണ്ട്. മലയാള സിനിമയുടെ അത്തരത്തിലുള്ള ഒരു ചരിത്രം അളക്കുമ്പോൾ നാഴികക്കല്ലുകളായി മാറി തുടങ്ങിയ ഒരു കാലഘട്ടം 1950കളുടെ തുടക്കം മുതൽ സിനിമയിലെത്തി, സിനിമയിൽ വളർന്ന് സിനിമയ്ക്ക് വേണ്ടി നിന്ന ഒരു മഹാപ്രതിഭ ജോസ് പ്രകാശ്. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ 1000-ലധികം സിനിമകളിലൂടെ സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമായ മറ്റൊരാൾ.